പുള്ളി പോയതിന് ശേഷം ഞാനൊരു ടി വി പോലും പുള്ളിയുടെ കണ്ടിട്ടില്ല. ടി വിയിൽ പോലും പുള്ളിയുടെ മുഖം എനിക്ക് കാണുന്ന സങ്കടമാണ്. ഞാൻ അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നോട് അങ്ങ് ക്ഷമിക്കരുതോ എന്നൊക്കെ ചോദിച്ചു. കേൾക്കാത്ത കുറ്റം രണ്ടുപേരും കൂടെ പടക്കം തീർത്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരുന്നതുകൊണ്ട് അങ്ങനെ നീണ്ടു പോയതാ. ചില പിണക്കങ്ങൾ അങ്ങനെയല്ലേ, അതെ, ആരെങ്കിലും ഒന്ന് മുൻകൈ എടുത്താൽ. അതെ അതെ അതെ. ഇനി അവിടെ നിൽക്കുന്നത് വെറും വെറുതെയാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ നമുക്ക് നല്ല വേഷങ്ങൾ ചെയ്യാം, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞൊക്കെ പറയും. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് വരെയും പുള്ളി ഏതോ പടത്തിന്റെ വർക്ക് ഉണ്ടായിരുന്നേ, അതിന് പോയി പുള്ളി. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ നെടുമുടി വേണുവിന്റെ തിരുവനന്തപുരത്ത് വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം അവസാനമായി അഭിനയിച്ച ഇന്ത്യൻ 2 എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി സുശീല വേണു നമുക്കൊപ്പം ഉണ്ട്. ചേച്ചി, ഈ തമ്പ് എന്ന് പറഞ്ഞ വീടിനെ കുറിച്ചേ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു വീടേ വെച്ചിട്ടുള്ളൂ, അത് ഈ വീടാണല്ലേ? ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തം ഇഷ്ടത്തിന് ആ ഒരു കോൺസെപ്റ്റിലൊക്കെ പണിത് വീടാന്ന് കേട്ടിട്ടുണ്ട്. ഏകദേശം അങ്ങനെയാ. ആണോ? എന്തായിരുന്നു വീട് വെക്കുമ്പോ പുള്ളി ആലോചിച്ചിരുന്നത്? പുള്ളിക്ക് എല്ലായിടും കാണുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് വീടില്ലേ, അത് പുള്ളിക്ക് താല്പര്യമേ ഇല്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു, സംതിങ് സ്പെഷ്യൽ എന്നുള്ള പോലെ. അപ്പോൾ അതുപോലെ അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴാണ് അരവിന്ദേട്ടൻ്റെ വീട്ടിൽ എം.വി. ദേവൻ വന്നത്. അതിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ദേവൻ മാഷിനെ കണ്ടു. അപ്പോൾ സാറ് ഡിസൈൻ ചെയ്താണ്, സാറാണ് എഗ്രി ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയ വീടായി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഇവിടെ വന്ന, നാട്ടിൽ ഇവിടാണ്. ആര് വന്നാലും പുള്ളി ഇതല്ലേ ഈ ചാരുബെഞ്ചിലാണ് പുള്ളി ഇരിക്കുന്നത്, ബാക്കിയുള്ളവരെ കസേരയിലൊക്കെ ഇരിക്കും. ഇവിടെ വന്ന പുള്ളിയുടെ മെയിൻ പരിപാടി എന്തായിരുന്നു? ഉറക്കം. ഉറങ്ങാനാണ് വീട്ടിലേക്ക് വരുന്നത്. ഉറക്കം, റെസ്റ്റ് ചെയ്യുക. പിന്നെ പുള്ളി വന്നിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇച്ചിരിയൊക്കെ അകത്തൊക്കെ കറങ്ങി നടന്നെല്ലാം നോക്കി പിന്നെ പുറത്തേക്ക് ഇറക്കം. എന്തൊക്കെ വാടിപ്പോയിട്ടുണ്ട്, വെള്ളം ഒഴിക്കാതെ വല്ലതും പോയിട്ടുണ്ടോ ചെടികൾ, അതെല്ലാം നോക്കി കറങ്ങിയിട്ട് കയറി വരും. ഇപ്പൊ ഇന്ത്യൻ 2 അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമയാണ്. അപ്പൊ ഇല്ലാത്ത സമയത്ത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടൊക്കെ പുനഃസൃഷ്ടിച്ചിട്ടൊക്കെ ഉണ്ട്, അത് കേട്ടിരിക്കുമല്ലോ. അത് കംപ്ലീറ്റ് ചെയ്ത് സിനിമയായി വന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ പുള്ളി പോയതിന് ശേഷം ഞാനൊരു ടി വി പോലും പുള്ളിയുടെ കണ്ടിട്ടില്ല. ടി വിയിൽ പോലും പുള്ളിയുടെ മുഖം എനിക്ക് കാണുന്ന സങ്കടമാണ്. പുള്ളി എപ്പോഴും സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മുഖം ഹോസ്പിറ്റലിൽ വെച്ച് പോലും പുള്ളി IC യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വരെയും ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വെച്ചും അന്ന് രാവിലെ പോലും ഞാൻ സംസാരിച്ചു പുള്ളിയോട്. അപ്പോഴും അങ്ങനെയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു മുഖമാണ് എൻ്റെ മനസ്സിൽ. അതിനെ ഞാനിങ്ങനെ പിടിച്ച് നിലനിർത്തിയിരിക്കുക. പിന്നെ പുള്ളി നമുക്ക് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു വരില്ല എന്നൊക്കെ അറിയാം. എങ്കിലും ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ പച്ച പിടിപ്പിച്ച് നിർത്തിയേക്കുക. അതിലേക്ക് പിന്നെ വേറെ ഇപ്പോൾ സിനിമയാണെങ്കിലും ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ശബ്ദം ചില മുഴക്കമുള്ള ചെറിയൊരു ശബ്ദം എവിടെ വെച്ച് കേട്ടാലും നമുക്കറിയാം. അത് കാരണം ഞാൻ ടി വി പോലും വെക്കാത്തത്. അപ്പുറം ആ മുറിയിൽ നിന്ന് നിൽക്കുന്ന പോലെ തോന്നും. എനിക്കത് ഭയങ്കര സങ്കടമാണ്. സിനിമ കാണലും കുറവായിരിക്കുമല്ലോ, കാരണം പുള്ളിയില്ലാത്ത ഇതുവരെയുള്ള സിനിമകൾ അല്ലേ വളരെ കുറവാണ്. എനിക്ക് സിനിമ കാണാനൊന്നും സത്യത്തിൽ സമയമേ കിട്ടാറില്ല. പിന്നെ ഈ വീടിന് മൊത്തം ചുമതല എനിക്കായിരുന്നു. അപ്പം എൻ്റെ കാര്യങ്ങളും എൻ്റെ ഇൻട്രസ്റ്റും ഞാനങ്ങ് മാറ്റി വെച്ച് എന്നാലേ എനിക്ക് സമയം തികയും. എന്നിട്ട് തന്നെ ഞാനെപ്പോഴും പറയും ഞാനിവിടെ ഓവർ ടൈം ചെയ്യുകയാണ്, വെളുപ്പിനെ എണീറ്റിട്ടും ഒക്കെ ചെയ്താലേ എനിക്ക് ഇവിടുത്തെ പണി തീരത്തുള്ളൂ. നിങ്ങൾ തമ്മിൽ പിന്നെ കല്യാണത്തിന് ശേഷം യാത്രകളൊക്കെ പോയിട്ടുണ്ടോ? ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരിക്കും? ആദ്യത്തെ യാത്ര മൂന്നാറിലായിരുന്നു. മൂന്നാറിലേക്ക് 4 ദിവസമായിട്ടായിരുന്നു തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്. 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് 10-15 ദിവസത്തെ ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മൂന്നാറിലേക്ക് പോകാം, അവിടെ ഒരു വർക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഷൂട്ടിംഗ് ആണെന്നൊക്കെ. ഷൂട്ടിങ്ങിന് അവിടെ പോയി. മർമ്മരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ വർക്കായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും യാതൊരു പിടിയില്ല. അവിടെ ചെന്നു എൻ്റെ പിറ്റേ ദിവസം തന്നെ പുള്ളി രാവിലെ എന്നെ കുളിച്ചൊക്കെ ഒരുങ്ങുന്നതുണ്ട്. അപ്പോഴാണ് പറഞ്ഞ് രാവിലെയാണ് ഷൂട്ടിങ്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു കരിങ്കല്ലുള്ള ഒരു ഫ്ലോറും ഉള്ള ഒരു കൊച്ചൊരു വീട്, ഇങ്ങനെ എല്ലാം ഒരേപോലെ ഇരിക്കുന്ന എന്താ പറയത്തില്ല, അങ്ങനെ എന്തോ അങ്ങനെ ഒരു വീടായിരുന്നു ചെറിയ ബംഗ്ലാവ്. അതെ. അതിൽ ഞാൻ രാത്രി 10 മണി 11 മണിയായിട്ടും യാതൊരു ആൾക്കാരുടെ പൊടിയില്ല, ഒറ്റയ്ക്ക് രാവിലെ ഇരിക്കുകയാണ്. അതെ, നല്ല തണുപ്പുണ്ട്, മൂടി പൊതിച്ചു കിടന്ന് ഉറങ്ങി. സ്ഥിരം ഇത് തന്നെ പരിപാടി. ആ ഷൂട്ടിങ് തീരുന്നവരെ ഏകദേശം ഏതാണ്ട് 10-15-18 ദിവസം ഉണ്ടായിരുന്നു. ദേഷ്യം വന്നില്ല? എന്നിട്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാനാ, രാത്രി ഷൂട്ട് കഴിഞ്ഞാൽ വരിക. അതെ, 1-2 ദിവസം എന്നെ കൊണ്ടുപോയി.
ഓ അത് കൊണ്ടുപോയി കഴിയുമ്പോൾ എനിക്ക് മതിയായി. ഞാൻ പറയും ഇനി ഞാൻ വരുന്നില്ല എന്ന് പറയും. അതിലും റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഞാൻ പിന്നെ തന്നെത്താൻ ഇറങ്ങി താഴേക്കൊക്കെ കുറേ പുൽമേട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടേക്കൊക്കെ ഇറങ്ങി നടക്കും. അങ്ങനെയൊക്കെ സമയം ചെലവാക്കി. പിന്നെ പോയിരിക്കുന്നത് 1-2 വിദേശ യാത്രകൾ പോയിട്ടുണ്ട്. അതും പരമ മഹാബോറായിരുന്നു. അത് എല്ലാവരും കൂടെ അതെന്ത് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകത്തില്ലേ. എനിക്ക് മിഥുനത്തില് അവര് ഹണിമൂൺ പോകുന്ന ഓർമ്മ വരുന്നത്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു വേണം പറയാൻ. അങ്ങനെയൊക്കെ പോയി. പിന്നെ അതിനൊക്കെ കേട് തീർത്തിട്ടാന്ന് പറഞ്ഞിട്ട് 1-2 പുള്ളിക്ക് എന്തോ അവാർഡ് കൊടുക്കാൻ വേണ്ടി ബഹ്റൈനിലോ എന്തൊക്കെ സ്ഥലത്ത് പുള്ളിയെ വിളിപ്പിച്ചു, അവിടുത്തെ മലയാളി അസോസിയേഷൻ. അപ്പോൾ അവർ ഫാമിലിക്കും കൂടെ ചേർത്ത് ടിക്കറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ 1-2 വട്ടം പോയി. അത് പക്ഷേ ഭയങ്കര ആഡംബരമായിട്ട് വലിയ നിങ്ങൾ മാത്രമായിട്ട്. അതെ 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 അതെ. അത് മറ്റേ കാര്യത്തിൽ എന്തിനെങ്കിലും വഴക്കുണ്ടാക്കി ഞാൻ പറയും എന്തൊരു പോക്കാരെന്നൊക്കെ പറയും, നിന്നെ രാജകീയമായിട്ട് ഞാൻ കൊണ്ടുപോയതാണ്, മേലെ മിണ്ടി പോരെന്നൊക്കെ പറയും. അതൊക്കെ ഉള്ളു പറയാൻ. നമുക്ക് നെടുമുടി വേണു ആക്ടർ ഓർക്കുമ്പോഴേ ഭയങ്കര സരസനായ കുറേ സൗഹൃദങ്ങൾ ഇങ്ങനെ ഭയങ്കര എല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന അങ്ങനെ ഒരു വ്യക്തി, ഒരു ശാന്തനായ വ്യക്തി. പക്ഷേ ചേച്ചി എങ്ങനെയായിരുന്നു? അയ്യോ പരമശാന്തൻ തന്നെ. അതിനൊന്നും ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല ആരോടും. എല്ലാവരോടും ഒരേപോലെ, എന്നവരോടൊന്നുമില്ല, കുഞ്ഞുങ്ങളോടും ദേഷ്യമില്ല, എന്നോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല. അത് കാരണം പുള്ളിക്ക് അറിഞ്ഞൂടെ ദേഷ്യപ്പെടാൻ. എൻ്റെ പിള്ളേരുടെ കാര്യത്തിനൊക്കെ ചിലപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കണം ഇവരോട്, ഇവർ പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഴക്കുണ്ടാക്കുന്ന എൻ്റെ നിർബന്ധം കൊണ്ടാണ് പുള്ളി വഴക്ക് പറയാൻ പോണത്. പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പുള്ളിക്ക് തന്നെ ക്ഷീണവും പിന്നെ വലിയ സങ്കടമൊക്കെയാണ്. പുള്ളിക്ക് പിണങ്ങിയിരിക്കാന്നൊന്നും മനസ്സിലാകത്തില്ല. പിണങ്ങിയതാണെന്ന് മനസ്സിലാവില്ല. ഇല്ല ഇല്ല. അതെന്ത് കഷ്ടം. അതെ, അത് കാരണം പിന്നെ ഞാൻ പിണങ്ങുന്നത് നിർത്തി. പിന്നെ തന്നെ പോയി ഇണങ്ങും. അപ്പം ഞാൻ തന്നെ. എനിക്ക് പക്ഷെ അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അത് കാരണം അപ്പോഴാണ് ഞാൻ ചെന്ന് പറയുന്നത് ഞാൻ 3 ദിവസമായി. പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അത് കാരണം പുള്ളിയെ അറിയുന്നില്ല. സംസാരിക്കില്ല എന്ന് മാത്രം. സംസാരിക്കും. അത് പക്ഷെ പുള്ളിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തു. അത് കാരണം പുള്ളിക്ക് ഇതൊന്നും അറിയുന്നില്ല. പുള്ളി അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനിടയ്ക്കുള്ള ഒരു ബഹളങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈ പാട്ട് മേളങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. പുള്ളി പാടിക്കൊണ്ടേ നടക്കുകയുള്ളൂ ഫുൾ ടൈം. പാട്ടാണ് പുള്ളിക്ക് ഒരു സജീവമായിട്ടുള്ള ഒരു കാര്യം. പാട്ട് വേണം വീട്ടിലെപ്പോഴും. ഒന്നുമില്ല പാട്ട് തന്നെ പാടിക്കൊണ്ടേ നടക്കുകയുള്ളൂ. ഏതെങ്കിലും പാട്ട് ബാത്റൂമിൽ പോകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും എല്ലാം പാടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പാട്ട് കേൾക്കും. എല്ലാത്തരം പാട്ടും വീട്ടിലെപ്പോഴും പാട്ട് വെക്കണം എന്നാണ് ഇഷ്ടം. അത് പറയും. പുള്ളി അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സംഗീതജ്ഞൻ തന്നെ ആയേനെ. അതുപോലെ തന്നെ വാദ്യകലകളാവട്ടെ. അതും അതെ, എപ്പോഴും അതും അതെ. ഇവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ തടിയിലൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. എന്നോട് പറയുക ഈ തടിയുടെ ആ അറ്റത്ത് പോയി നീ ഒന്ന് ചെവി വെച്ച് നോക്കാൻ പറയും. അപ്പോൾ ഈ ശബ്ദം ഇങ്ങനെ തടി കൂടെ എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അതെ, ഇപ്പോൾ പിള്ളേരുടെ ബലൂൺ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പുള്ളി ഒരു ഗ്ലാസ് പോലെ ഇരിപ്പുണ്ട്, അതേ കൂടി ഇങ്ങനെ ചുറ്റി റബ്ബർ ബാൻഡ് ഇട്ടൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ താളം അടിച്ച് അപ്പോൾ വേറൊരു ശബ്ദം. മഴയുടെ ശബ്ദമാണെങ്കിൽ അതിന് വേറെ. ഇതെല്ലാം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. ഇങ്ങനെ ശബ്ദങ്ങൾക്കേ എല്ലാത്തിനും ഒരു വ്യത്യസ്തതയുണ്ട്. എല്ലാം പുള്ളിക്ക് അതിലൊക്കെയാണ് താല്പര്യം. തമിഴിലേക്ക് പോയി ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് വേണുചേട്ടൻ അഭിനയിക്കാൻ വേണ്ടി അല്ലെ. കമലഹാസനായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലൊക്കെ അഭിനയിച്ചു അതിനുശേഷം. പക്ഷെ തമിഴ് പോയി ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നല്ലേ? തമിഴിൽ നിന്ന് ഇഷ്ടംപോലെ ഓഫർ വരുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് എന്തോ തമിഴ് അവിടുത്തെ ആ ഒരു രീതി പുള്ളിയുടെ രീതിയായിട്ട് ചേർന്ന് പോകത്തില്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സിനിമ ഇവിടെ ആസ്വദിക്കുകയല്ലേ ചെയ്യുന്നത്, അവിടെ ഭയങ്കര ആരാധനയാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ ശിവാജി ഗണേശൻ അല്ലെങ്കിൽ MGR, ജയലളിത, ഇവരങ്ങ് ദൈവത്തെ പോലെ വിചാരിക്കുക. പുള്ളിക്ക് അത്ര അങ്ങോട്ട് ആരാധന അത്ര ഇഷ്ടമില്ല. പുള്ളിയുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഈ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഇപ്പം എത്ര സിനിമകളിൽ അഭിനയിച്ചു, എത്ര നന്നായി എന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും പുള്ളി ഈ അഭിനയം എന്ന് പറയുന്ന സംഗതിയില്ലേ അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് പുള്ളിയുടെ മനസ്സിലുണ്ട്. ഇപ്പം പിന്നെ മാണി മാധവ ചാക്യാർ എന്നൊക്കെ പറഞ്ഞ കൂടിയാട്ടം അങ്ങനത്തെയൊക്കെ കലയില്ലേ, അതിനകത്ത് അവരുടെ ഒരു അംഗചലനം അല്ലെ ഒരു കണ്ണിൻ്റെ ഒരു ചലനം അതിൽ കൂടെ അവർ കാണിക്കുന്ന അതിനൊരു 100-ൽ1 അംശം പോലും നമ്മൾ ഈ വലിയ വലിയ അഭിനയം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു അടുത്ത് പോലും വരത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. അവർക്കൊക്കെ അതാണ് അഭിനയം എന്ന് പറയുന്നത്. അതാണ് ഓരോ പാർട്ട് കൊണ്ടും
അഭിനയിക്കാൻ പറ്റുന്ന അവരുടെയൊക്കെ ഒരു കഴിവ്. അതിൻ്റെ മുമ്പിൽ ഇതൊക്കെ എന്താ എന്നുള്ള ഒരു മനസ്സാണ് പുള്ളിയുടെ. അത് കാരണം പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും പുള്ളിക്ക് ഒരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് പുള്ളി. ഇപ്പം കമലഹാസനൊക്കെ പല വേദികളിലും വേണുചേട്ടനെ കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അത്ര അടുപ്പമുള്ള സ്നേഹമുള്ള വ്യക്തിയാണെന്നൊക്കെ ഉള്ള രീതി. അതെ അതെ, പുള്ളിയായിട്ട് നേരത്തെ തന്നെ അടുപ്പമുണ്ട്. എന്തോ ഒരിക്കലും പുള്ളി പല പ്രാവശ്യവും പിന്നെ മദ്രാസ് ചെല്ലുമ്പോഴൊക്കെ തമ്മിൽ കാണുമ്പോഴൊക്കെ പറയും ഇനിയും സാറിനെയും അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, മലയാളത്തിൽ എല്ലാ വേഷങ്ങളും ചെയ്തു കഴിഞ്ഞു, ഇനി അവിടെ നിൽക്കുന്നത് വെറുതെയാണ്, ഇങ്ങോട്ട് വാ, ഇവിടെ നമുക്ക് നല്ല വേഷങ്ങൾ ചെയ്യാം, ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞൊക്കെ പറയും. പക്ഷെ പുള്ളിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. നമ്മുടെ ഒരു സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു രീതി അല്ല അവിടെ കുറച്ചിങ്ങനെ നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്യണം നമ്മളെ. കുറച്ച് ആളും ബഹളവും ഒക്കെ ആയിട്ടേ, കുറെ പേരും ഒക്കെ ആയിട്ടൊക്കെ വേണം ഒരു താരം എന്നുള്ള ഒരു പരിവേഷം അവിടെ. പിന്നെ അവസാനം കുറച്ച് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ പിന്നാണ് നമ്മുടെ ഡ്രൈവറും കൂടെ സഹായത്തിന് പുള്ളിക്ക് ചിലപ്പോൾ ഈ ഗോളിയാറിലൊക്കെ ഉള്ള ഇന്ത്യൻ്റെ ഷൂട്ടിങ്ങിനെ പുള്ളിക്ക് മേലോട്ട് കുറെ കയറി പോകേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ജിജോ എന്നാ പയ്യൻ്റെ പേര്, അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു മഞ്ചൽ പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിൽ അങ്ങനെ പൊക്കി കൊണ്ടുപോകും. പക്ഷെ ഇറങ്ങുന്നവരെ പുള്ളി പറഞ്ഞു വേണ്ട ഇനി ആ പണിയൊന്നും വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമ ചെയ്തല്ലോ. അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്ക് അങ്ങനെ ഇഷ്ടമെന്ന് പറയാൻ പുള്ളിയുടെ ആദ്യത്തെ പടങ്ങളൊക്കെ ഞാൻ പിന്നെ കാണാൻ പോകത്തില്ല. പിന്നെ പൂച്ചക്കരി മൂക്കുത്തി പോലത്തെ പടങ്ങളൊക്കെ ഈ രസമുള്ളതൊക്കെ കാണുമായിരുന്നു. പിന്നെ നമ്മൾ അഭിനയത്തിൻ്റെ രീതി വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തനിയെ എന്ന് പറഞ്ഞ പടം ഇഷ്ടമായിരുന്നേ. തനിയെ അതിലെ ഒരു റോള് പുള്ളി വളരെ എനിക്ക് തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതെന്തോ ചെറിയ കാര്യം, അത് അയച്ചില്ല, പടം അയച്ചില്ല. പടം അപ്രാവശ്യത്തെ ഇതിന് പോയില്ല പടം. അങ്ങനെയായിരുന്നു. കിട്ടാതെ കിട്ടിയെന്നെ എൻ്റെ വിചാരം. പിന്നെ തമിഴില് രാജീവ് മേനോന്റെ സർവം താളമയ എന്ന് പറഞ്ഞ പടമുണ്ട്. മ്യൂസിഷ്യൻ അല്ലേ? അതെ, ഞാനത് കണ്ടായിരുന്നു ആ പടം. അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇഷ്ടമുള്ള ഒരു വേഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മൃദംഗിസ്റ്റ്. പുള്ളി ഒരു മൃദംഗിസ്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ട. മലയാളത്തിൽ പിന്നെ പറഞ്ഞാലോ, തനിയല്ലാതെ നമ്മൾ കണ്ട കുറെ ജനപ്രിയ സിനിമകളും കൂടി ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ വന്ന ഏതായിരിക്കും? അത് പിന്നെ ഹുസൈൻ എസ് അബ്ദുള്ള, പിന്നെ ഗോപിച്ചേട്ടൻ്റെ ഒക്കെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊടിയേറ്റം ഗോപിയുടെ കൂടെ, കള്ളൻ പവിത്ര, ആ നാളിലെ പടങ്ങളൊക്കെ അതെല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ള ഇതിലെ പടങ്ങളൊക്കെ ഇപ്പോഴത്തേക്കൊക്കെ ഞാൻ സിനിമ കാണാതായി. തമിഴ് സിനിമ കണ്ടിട്ടുണ്ടോ ചേച്ചി? കണ്ടില്ലേ? തമിഴ് സർവം താളമയം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടായിരുന്നു. അതിലെ വേഷമൊക്കെ കൊള്ളായിരുന്നു. അന്യം കണ്ടില്ല. ഇല്ല. വേണുചേട്ടൻ ചോദിക്കില്ല ഈ സിനിമ കണ്ടോ? കാണാത്തതിനൊക്കെ ചോദിക്കും, എനിക്ക് വല്ലതും അറിയാമോ, ഞാൻ എന്തിനാ ഏത് സിനിമയ്ക്കാ പോണത്, എന്തോ പോകുന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ട അഭിപ്രായം പറയാറുണ്ടോ, നന്നായിന്നോ മോശമായെന്നൊക്കെ? എനിക്ക് എല്ലാ പടങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്ന പടങ്ങളൊക്കെ പുള്ളിയുടെ അഭിനയം ഇഷ്ടം തന്നെയാണ്. നല്ലൊരു അഭിനയമാണ്. പിന്നെ അതൊന്നും പുള്ളിയോട് കൊള്ളാമെന്ന് മാത്രമേ പറയാറുള്ളൂ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മൂകാംബിക സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിളിക്കും ചില ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തിട്ട്. അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാരെയും അങ്ങനെ ടാഗ് ചെയ്ത് വിളിക്കാറുണ്ട്. അപ്പൊ ചില സിനിമകൾ ഇപ്പൊ ബാലേട്ടനിലൊക്കെ മൂകാംബിക പോയി അവിടെ വേറെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ മൂകാംബിക സ്റ്റാർ എന്ന് പറഞ്ഞ് പറയാറുണ്ട് വേണുചേട്ടനെ. ചുമ്മാ രസത്തിന്റെ ആളുകൾ ചേച്ചി ശ്രദ്ധിച്ചിട്ടില്ല അല്ലെ? ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. പറഞ്ഞു കേട്ടിട്ടില്ല അല്ലെ? ഇല്ല, കേട്ടിട്ടില്ല. പിന്നെ ഞാൻ പുള്ളിയുടെ ഇങ്ങനത്തെയൊക്കെ കമന്റ്സ് ഒക്കെ വരുന്നതേ അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അറിയാത്ത. ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഒക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു ഡയറക്ടറായിട്ട് വഴക്കിട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ കഥ? അത് സത്യനന്ദിക്കാടിന്റെ വഴക്കിട്ടതല്ല. പുള്ളി പറയും എൻ്റെ കുഴപ്പം തന്നെയാണെന്ന്. സത്യന്റെ കുഴപ്പമല്ല. പുള്ളിക്ക് ഒരു പടം പ്രതീക്ഷിച്ച പോലെ അവര് ഡയറക്ടർ തീർത്തില്ല. അപ്പം അതിന്റെ ലാസ്റ്റ് കുറച്ച് ദിവസം കൊണ്ട് നിന്നാലേ ഇത്രയും ആൾക്കാർ നിൽക്കില്ല, ആ പടം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പുള്ളി ആകെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ സെറ്റിൽ ഇരിക്കുന്നുണ്ട്. എന്തോ അതിവിടെ പറഞ്ഞിട്ടുണ്ടോ കാര്യം? അപ്പോൾ ആരോ ചോദിച്ചു എന്താ വേണു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊക്കെയാണ് കാര്യം, എന്തെങ്കിലും ഒന്നങ്ങ് ഡിസൈഡ് ചെയ്യും, എന്നാൽ പിന്നെ ഈ വർക്കെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ല ഇങ്ങനെ
ആശയക്കുഴപ്പം വേണ്ടല്ലോ. എന്നും പറഞ്ഞു. പുള്ളി അപ്പോൾ അങ്ങ് ഡിസൈഡ് ചെയ്ത് ഇപ്പം ഞാൻ പോകും സത്യൻ്റെ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പം പക്ഷേ സത്യൻ സാറിന്റെ സിനിമ പുറത്തെവിടെയായിരുന്നു, ഇന്ത്യക്ക് അങ്ങനെ പുറത്തെവിടെയായിരുന്നു? എന്തോ ആയിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കാം, അങ്ങ് തീരുമാനിക്കാനേ പറ്റുള്ളായിരുന്നു. പുള്ളി അതങ്ങ് ചെയ്തു. സത്യം പിണങ്ങി. സത്യനും പുള്ളിയെ വെച്ച് ചെയ്യാനായിട്ട് എല്ലാം തയ്യാറായതല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാണും. അത് കാരണം സത്യൻ പിണങ്ങി. പിന്നെ തമ്മിൽ കഴിവതും കാണാതിരിക്കുമായിരുന്നു. ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യൻ്റെ പടങ്ങൾക്കൊന്നും പിന്നെ കുറെ നാളത്തേക്ക് ഇല്ലായിരുന്നു. ഞാൻ വിചാരിക്കുക പിണങ്ങാതിരുന്നെങ്കിൽ എനിക്ക് സത്യൻ്റെ പടമൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം മിണ്ടാതിരുന്ന് ഏതോ ഒരു മീറ്റിങ്ങിൽ അപചാരിതമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടേണ്ടി വന്നു. എത്ര നാൾ കഴിഞ്ഞ? 7 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6-7 വർഷം കഴിഞ്ഞു. അപ്പം പുള്ളിക്ക് തന്നെ തോന്നി സത്യനെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തന്നെ നേരെ അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, സത്യ ഏതൊരു കൊടും കുറ്റവാളിയാണെങ്കിലും 7 വർഷം കഴിഞ്ഞാൽ അവനെ വെറുതെ വിടും. ഞാൻ അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നോട് അങ്ങ് ക്ഷമിക്കരുതോ എന്നൊക്കെ ചോദിച്ചു. കേൾക്കാത്ത കുറ്റം രണ്ടുപേരും കൂടെ പടക്കം തീർത്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരുന്നതുകൊണ്ട് അങ്ങനെ നീണ്ടു പോയതാ. ചില പിണക്കങ്ങൾ അങ്ങനെയല്ലേ, ആരെങ്കിലും ഒന്ന് മുൻകൈ എടുത്താൽ. അതെ അതെ അതെ, അത്രയൊക്കെ ഉള്ളു. പുള്ളിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. ഭയങ്കര വിഷമാ. ഇപ്പം തിലകൻ സാറൊക്കെ ആയിട്ടുള്ള ഇഷ്യൂവിന് സമയത്തൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതെ ആയിരുന്നു. അപ്പൊ ചേച്ചിയോട് ഷെയർ ചെയ്യാറുണ്ടോ ഇതൊക്കെ? അത് ഒത്തിരി നാൾ മിണ്ടാതിരുന്നു. പുള്ളിക്ക് പറയാൻ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞതേ ഇല്ല. പോകണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി കാണണം എന്നൊക്കെ. അപ്പോൾ അപ്പോഴും ഇനി പുള്ളി എന്തോ പുള്ളിക്ക് അത് നടന്നില്ല. ഒരു മാനസികമായിട്ടുള്ള ഇനി പുള്ളിക്ക് അപ്പോഴും ഇനി വിഷമം വല്ലതും ഉണ്ടാവുമോ എന്തോ പുള്ളിക്ക് കാണാൻ പറ്റിയില്ല. കാണണം അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനങ്ങ് പോയി ഒന്ന് കാണേണ്ടതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. സമൂഹത്തിൽ മുതിർന്ന ജനറേഷൻ മാത്രമല്ല, ഇപ്പോഴത്തെ ജനറേഷനായിട്ടും ഭയങ്കര ഒരു റാപ്പോ ഉണ്ടായിരുന്നു അല്ലേ ചേട്ടന്? അജുവിന്റെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ. അതുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പുള്ളി പുതിയ ഈ ജനറേഷൻ മാറി വരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പഴയതായിട്ട്, ഞാനൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് പുതിയ തലമുറയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണുന്നതും ഒക്കെ ഇതെന്ത് കളി എന്നൊക്കെ ഞാൻ വിചാരിക്കും. പുള്ളിക്കാരൻ അങ്ങനെയല്ല. പുള്ളി ഇപ്പോൾ പൊതുജീവിതം നയിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം, എല്ലാവരുമായിട്ടും ഇടപെടുന്ന ആളായതുകൊണ്ട് പുള്ളി അപ്പോൾ മാറ്റങ്ങളൊക്കെ അത് അർത്ഥത്തിൽ തന്നെ എടുക്കുകയും പുള്ളി അതിനനുസരിച്ച് പുള്ളി ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അവരുമായിട്ടൊക്കെ അടുപ്പം അങ്ങനെ ഉള്ള പടങ്ങളിൽ അജു വർഗീസ്, നിവിൻ പോളി ഇവരുമായിട്ടൊക്കെ പടങ്ങൾ ചെയ്തു. പിന്നെ ഇവിടെ ആരോ 2 പേര് എപ്പോഴും വരുമായിരുന്നു, ഗ്രിഗറി, പിന്നെ സണ്ണി വെയിൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ, അവരൊക്കെ ഇവിടെ പടം നടക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് വന്ന് മേടിച്ചിട്ട് കാണാൻ വരുമായിരുന്നു. വന്ന് ചിലപ്പോൾ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോവും. പിന്നെ ഈയിടെ നീരജ് മാധവ് ഈയിടെ ഇവിടെ വന്നു. അപ്പോൾ അപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചൊരു പടമൊക്കെ ചെയ്തതാണ്, പുള്ളിക്ക് എനിക്ക് അങ്കിളിനെ വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരുന്നു അജുവിൻ്റെ കൂടെ. അങ്ങനെ പുള്ളിക്ക് ഫഹദിനെയൊക്കെ വലിയ കാര്യമാണ്, നല്ലതായിട്ട് ആക്ട് ചെയ്യുക എന്നൊക്കെ പറയും. പുതിയ തലമുറയിൽ ആൾക്കാർ പെൺകുട്ടികളോടും അങ്ങനെ തന്നെ എല്ലാവരെയും വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യും. അത് കാരണം അവർക്കും ഒക്കെ കാര്യമാണ്. ചില കുട്ടികളുണ്ടായിരുന്നു അച്ഛൻ വിളിക്കുന്നത് തന്നെ, അവർക്ക് അച്ഛനില്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ഏതോ ഒരു നടി. അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ അച്ഛന്നാ വിളിക്കുന്നത്. പാർവതിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാർലിയിലൊക്കെ അഭിനയിച്ചതിന്റെ അനുഭവത്തെ കുറിച്ചൊക്കെ. ചാർലി ചേച്ചി ആണും പെണ്ണും കണ്ടോ? ഞാൻ കണ്ടില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള കഥാപാത്രല്ലേ? ഞാനത് കണ്ടില്ല. അവർ രണ്ടുപേരും കൂടെ ഉള്ള ഭയങ്കര, അത് കണ്ടു നോക്കണം കേട്ടോ, ഭയങ്കര രസമാണ്. ഈ സൗഹൃദത്തെ കുറിച്ച് പറയുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് മോഹൻലാൽ വന്നിട്ടേ ഭയങ്കര ഇമോഷണലായി പോവുകയും പിന്നെ അവർ തമ്മിൽ ഭയങ്കര റാപ്പ് വരുന്നല്ലോ. എനിക്ക് അവർ തമ്മിൽ ചെയ്ത ഒരുപാട് സിനിമകൾ എനിക്ക് താളോട്ടമൊക്കെ പിന്നെ കാണാൻ പറ്റില്ല, ഭയങ്കര സങ്കടമൊക്കെ വരും. അവർ തമ്മിലൊരു സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു? മോഹൻലാലുമായിട്ട് വളരെ, ഞാൻ കോഴിക്കോടുണ്ടായിരുന്ന സമയത്ത്, ഞാൻ ജോലി ചെയ്ത് കോഴിക്കോടായിരുന്ന സമയത്ത് തൊട്ടേ മോഹൻലാലിനെ അറിയാം, എനിക്കും പരിചയമുണ്ട്. എന്തെങ്കിലുമൊക്കെ തമാശക്കാരൻ, രണ്ടുപേരും തമാശയുണ്ട്. മോഹൻലാലിനും പുള്ളിയെ ഭയങ്കര കാര്യമാണ്. ഒരുമിച്ച് ഇപ്പോൾ റൂമിലൊക്കെ ആണെങ്കിൽ, ഷൂട്ടിങ്ങിൽ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ രണ്ടുപേരും ഒരു മുറി തന്നെ അങ്ങ് താമസിച്ച് കളയും. അങ്ങനത്തെയൊക്കെ, അങ്ങനെ അത്ര അടുപ്പമായിരുന്നു. പിന്നെ ഒരു ഘട്ടം വരെ പിന്നെ പുള്ളിക്കങ്ങ് ഒരു ഭയങ്കര തിരക്കങ്ങായിപ്പോയി. അപ്പം എന്നാലും പുള്ളി എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ രണ്ടുപേരും വിളിക്കുകയും എല്ലാ കാര്യങ്ങളും അത് നല്ല അടുപ്പമാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞതിന് ശേഷവും വിളിക്കും.
ആണല്ലേ, ചേച്ചിയെ വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യൻ. അതില് മമ്മൂട്ടിയും വേണുചേട്ടനും തമ്മിലുള്ള ഒരു രസമുള്ള പണ്ടത്തെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അവര് തമ്മിലും ഭയങ്കര അടുപ്പായിരുന്നു. അതെ, എന്താ വെച്ചാൽ ആ സമയത്തൊക്കെ വേണിച്ചേട്ടനാണ് ഈ ഭയങ്കര സ്റ്റാർ ഇത് ആളായിട്ട് ഇങ്ങനെ സിനിമയിലുള്ളത്. മറ്റവരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം മമ്മൂട്ടിക്ക് പടങ്ങളായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ ഒരു റൂമിലായിരിക്കും. വേണിച്ചേട്ടൻ ഷൂട്ടിങ്ങിന് പോകും. അവധി ദിവസമൊക്കെ വന്നിട്ട് രണ്ടുപേരും കൂടെ ചുമ്മാ മദ്രാസിലൊക്കെ ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വെറുതെ കറങ്ങാൻ ഇങ്ങനെ അങ്ങ് പോകും. കാറെടുത്ത് പോകും. കാറൊന്നും അല്ല, മിക്കവാറും ഓട്ടോറിക്ഷ എന്തോ അങ്ങനെയൊക്കെ വെറുതെ കറങ്ങാനൊക്കെ പോകും. എന്നിട്ട് രണ്ടുപേരും ഒരു മുറിയില്ല. അതിന്റെ പടമാണ് ഈ കാണുന്നത്. അപ്പം പടങ്ങളൊക്കെ കുറവ് എന്തോ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പറയും, താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, തനിക്ക് എല്ലാ സൗഭാഗ്യവും ഉണ്ട്. ശബ്ദമാണെങ്കിൽ നല്ലത്, ബോഡിയാണെങ്കിൽ അതിലും നല്ലത്, അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട, അതെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഇന്നസെന്റും വേണിച്ചേട്ടനും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. അതെ അതെ അല്ലേ? അതെ. കോവിഡ് സമയത്തൊക്കെ അവര് 2-3 വട്ടമൊക്കെ വിളിച്ച് മണിക്കൂറുകളോളം അവർക്ക് സമയം പോകാൻ ഒരു ദിവസം അല്ലേ? രാത്രിയിലൊക്കെ വിളിക്കും, അല്ലെങ്കിൽ പകല് ചുമ്മാ സംസാരിച്ചോണ്ടേ ഇരുന്ന് ചിരിച്ച് അവര് അങ്ങനെ സംസാരിക്കും സമയം കളയുന്നത്. ഈ അതുപോലെ തന്നെ ഇപ്പം ഇന്നസെന്റ് സാറിന്റെ വൈഫായിട്ട് ഇപ്പൊ ആലിസ് ആന്റി ആയിട്ടും നിങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദം. ഇന്നസെന്റിനോട് പിന്നെ അടുപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ ആലീസിനോട് അടുപ്പമില്ലാതിരിക്കും. നിങ്ങൾ തമ്മിൽ ചേച്ചിയും ആന്റിയും തമ്മില് ഇവിടെ വരും. ആലീസ് ഇന്നസെന്റുമായിട്ട് ഇവിടെ വന്ന് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇന്നസെന്റ് പോയി കഴിഞ്ഞ് പിന്നെ ആലീസിനെ സഹിക്കാൻ പറ്റാത്ത വിഷമം. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പുള്ളി പോയി കുറച്ചൊരു ഇതായി ഇരിക്കുന്ന സമയമാണ്. ഞാൻ പിന്നെ പോയി ആലീസിനെ കാണുകയും ആലീസിൻ്റെ കൂടെ ഒരു ദിവസം നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. പുള്ളിക്ക് താങ്ങാൻ പറ്റും. അവരെപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്ന എന്ന് പറഞ്ഞ പോലെ എപ്പോഴും അവരത്ര ഇങ്ങനെ ഇപ്പോഴും ആലീസിന് സഹിക്കാൻ പറ്റത്തില്ല, കരഞ്ഞു കളയും. ചേച്ചിയോടെ പോയി നിന്നിട്ടുണ്ടല്ലേ? അതെ, എനിക്കും സങ്കടം, ഞാൻ അനുഭവിച്ചതല്ലേ. അപ്പോൾ അവരെത്ര എന്തുമാത്രം വിഷമിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് വേണിച്ചേട്ടൻ ഉപയോഗിച്ച മുണ്ടുകളൊക്കെ ചേച്ചി അത് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഓരോ ഫ്രണ്ട്സിന് കൊണ്ട് കൊടുത്തു എന്നൊക്കെ. അല്ലേ? അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഒരുപാട് മുണ്ടുകളുണ്ട്. എന്താന്ന് വെച്ചാല് ഞാൻ തന്നെ അലക്കി തേച്ചോണ്ടിരുന്ന മുണ്ടുകളെല്ലാം. അപ്പം പുള്ളിക്ക് ആകെ ഒരു ഇഷ്ടമുള്ളത് ഈ മുണ്ടിനോടാണ്. വേറെ ഷർട്ടൊന്നും വേണമെന്നില്ല. മുണ്ട് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ മുണ്ടൊന്നും ചിലപ്പോൾ ആവശ്യത്തിന് കിട്ടി കാണത്തില്ല. പുള്ളിയായിട്ട് സൗഹൃദമുള്ളവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. പുള്ളിയുടെ അടുപ്പമുള്ളവർക്ക് കൊടുക്കുമ്പം അവർക്കും സന്തോഷം. വെറുതെ പുറത്ത് ആർക്കും കൊടുത്ത് എനിക്കെന്തോ അതിന് തോന്നിയില്ല. കുറച്ചൊക്കെ കൊടുത്തു, എന്നാലും നല്ല മുണ്ടുകളൊക്കെ ഞാനിങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ അപ്പം എന്താ തോന്നുക? എനിക്ക് തേന്മാവിൻകൊമ്പത്തിലെ ക്യാരക്ടർ കാണുമ്പോൾ ദേഷ്യം വരായിരുന്നു. ചെറുതിലെ കാണുമ്പോൾ തേന്മാവിൻകൊമ്പത്തിലേക്ക് കാണുമ്പോഴേ തേന്മാവിൻകൊമ്പത്തെ കുഞ്ഞിലെ കാണുമ്പോൾ ദേഷ്യം വരും നമുക്ക്. ചേച്ചിക്ക് എന്താ തോന്നുന്നത് കാണുമ്പോൾ? അത് ഇഷ്ടമാണോ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ പിന്നെ അഭിനയമല്ലേ, അപ്പം കിട്ടുന്ന ക്യാരക്ടറൊക്കെ നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതല്ലേ ഒരു അഭിനേതാവിൻ്റെ ജോലി. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ബോറൊന്നും ഞാൻ പോയി കാണത്തില്ല. അത് ബോറാന്ന് എങ്ങനെ മനസ്സിലാവും? കണ്ടാലും പറയും, പിള്ളേർ പോയി കണ്ടിട്ട് പറയും. അങ്ങനെ ബോറാന്ന് പറഞ്ഞ ഒരു സിനിമ പറഞ്ഞേ. ഞാൻ ഒത്തിരി ആയി കണ്ടിട്ട്, അവിടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മരിക്കുന്നൊന്നും കാണുന്നത് ഇഷ്ടമല്ല. ബാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറൊക്കെ അതൊന്നും ഞാൻ പോയി കണ്ടില്ല. പിന്നെ വിട പറയും മുമ്പേ പക്ഷെ കണ്ടു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ അടി അതൊന്നും പോയി കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഗാർഡനിങ്ങും ഇലകളും ഇതൊക്കെ പച്ചപ്പൊക്കെ ആരവിടെ സംരക്ഷിക്കുന്നത്? സംരക്ഷണം ഇപ്പോൾ കുറവെല്ലാം. ഇതെല്ലാം പുള്ളിക്ക് ഇഷ്ടമുള്ളതെല്ലാം. പുള്ളിക്ക് ഇഷ്ടം ഇത്തരം ചെടികളൊന്നും അല്ല. നമ്മളെ പഴയ ചെടികളിൽ ചെത്തി, തുളസി, മന്ദാരമൊക്കെ നിൽക്കുന്നുണ്ട്. പുള്ളി ഉള്ളപ്പോഴേ ഉള്ള മന്ദാരമാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ചെടികളെല്ലാമാണ്. ഇതെല്ലാം വീടിൻ്റെ ചുറ്റിനും വേണം. അതൊക്കെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ അതെല്ലാം പറിച്ച് പുള്ളി തന്നെ വിളക്കത്ത് വെച്ച് അങ്ങനെ ഒരു വലിയ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇവിടെ. പിള്ളേരെല്ലാവരും വിളക്ക് കത്തിക്കുന്നിടത്ത് വന്ന് നിന്ന് എപ്പോഴും ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് തുളസിത്തറയിലേക്ക് ചെറിയൊരു വിളക്കുണ്ട്, അതുകൊണ്ട് ദീപം എന്ന് പറഞ്ഞുകൊണ്ട് പോകും. അത് അവർക്കൊരു ജാഥ പോലെ ഇങ്ങനെ പോകും. അവർക്ക് വലിയ സങ്കടം അപ്പൂപ്പനില്ലാത്തത്. വേണിച്ചേട്ടനുള്ളപ്പോഴേ വായന ഇവിടെ പുള്ളിക്കും എത്ര നേരം ഇല്ലേലും വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഒന്നും വായിക്കാൻ പറ്റിയില്ല പുള്ളിക്ക്, സമയക്കുറവ് എല്ലാം. കുറച്ച് നാൾ തന്നെ എന്നോട് പറഞ്ഞു,
ആരോഗ്യമൊക്കെ ശരിയാക്കി വെക്കണം, നമുക്ക് പല സ്ഥലത്തും പോകാം കുറേ വായിക്കണം എന്നൊക്കെ പറഞ്ഞൊന്നും നടന്നില്ല. ഞാനും ഇപ്പോൾ ആലോചിക്കുമായിരുന്നു, ഒന്നും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു, എല്ലാം പിന്നത്തേക്ക് നടത്താം, അതിനൊരു സമയം കിട്ടും എന്നൊക്കെ വിചാരിച്ചു. ഒന്നും എല്ലാം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയി. പിന്നെ എനിക്കൊരു സന്തോഷം എന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ കൂടെ ജീവിച്ചിട്ട് ഞങ്ങളൊക്കെ ഇത്രയും വർഷം പഴയ ആൾക്കാരല്ലേ, എന്നെ പുള്ളി ഇപ്പോഴും അതേ രീതി ജീവിക്കാനായിട്ട് എന്നെ വിട്ട് തന്നു എനിക്ക്, എന്നെ തന്നെ. കാരണം ഒരു മാറ്റം എനിക്ക് വന്നിട്ടില്ല. പുള്ളിയുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. അതാണ് എനിക്ക് പുള്ളിയുടെ കൂടെ ജീവിച്ചതിൽ ഏറ്റവും വലിയൊരു സന്തോഷം. മരണത്തെ ഒന്നും യാതൊരു ഭയവും ഇല്ല, ഒന്നുമില്ല. പുള്ളി അത് തയ്യാറെടുത്ത് തന്നെ എന്ന് വേണം പറയാനൊന്നും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല, എന്നാൽ പോലും പുള്ളിക്കൊരു തോന്നലുണ്ടായിരുന്നു, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. ഞാനത് പക്ഷേ വിചാരിച്ചിരുന്ന പല പ്രാവശ്യം സർജറിയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പം ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയത് ഒരു സർജറിക്കായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ പുള്ളിക്ക് അറിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് വരെയും പുള്ളി ഏതോ പടത്തിന്റെ വർക്ക് ഉണ്ടായിരുന്നേ, അതിന് പോയി പുള്ളി. ഇനി നിർത്തിയെന്നും പറഞ്ഞു എന്നോട്. അന്ന് ക്ഷീണമായി പോയി ഒന്ന് പോയിട്ട് വന്നപ്പോൾ. അതിന്റെ ഡബിങ് ചെയ്തിട്ടാണ് പുള്ളി ഹോസ്പിറ്റലിലേക്ക് പോയത്. കണ്ടില്ലെൻ കണ്ണനെ കാർമുകിൽ വർണ്ണനെ, കണ്ടതില്ലെങ്കിൽ ഞാൻ എന്തു വേണ്ട